കേരളത്തിലെ ഗവൺമെന്റ് അലംഭാവം കാണിച്ചപ്പോ മരണത്തെ തെരഞ്ഞെടുക്കുകയാണെന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ിട്ടും കടം വാങ്ങിയ പൈസയുമായിട്ട് ഒരു ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക്. ഏറ്റവും ബഹുമാന്യരായ ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏവരുമേ, അധ്യക്ഷൻ, ഉദ്ഘാടകൻ, അതുപോലെ സ്വാഗതം ആശംസിച്ച സന്തോഷ് എം, സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച സുനിത പി, ശ്രീദേവി, വൈശാഖ്, പ്രിയ സ്നേഹ സുഹൃത്ത്, ന്യൂനപക്ഷ മോർച്ച മലപ്പുറം ജില്ലാ സെക്രട്ടറി അഷ്റഫ് സാഹിബ്, ന്യൂനപക്ഷ മോർച്ച കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുഹൈൽ, അതുപോലെ ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇവിടെ അജാനൂർ പഞ്ചായത്തിന്റെ 14-ാം വാർഡ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവുമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ 14-ാം വാർഡിൽ മത്സരിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ അനിയൻ, സഹോദരൻ അർജുൻ യോഗിക്ക് വേണ്ടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല. ഈ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതനായ, ഊർജസ്വലനായ, ജനസമ്മതനായ, എല്ലാവരുടെയും കാര്യങ്ങൾ ഇടപെടുന്ന നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്നത് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എന്തിനാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മളിങ്ങനെ സമ്മേളിക്കുന്നതും ആളുകളെ അഭിമുഖീകരിക്കുന്നതും എന്തിനാണെന്ന് നമുക്കേവർക്കും അറിയാം. എന്താണ് വർത്തമാനകാല കേരളത്തിന്റെ ഒരു സാഹചര്യം? നമുക്ക് അവകാശങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കിടയിൽ സാക്ഷരതയിലും എല്ലാറ്റിലും ഞങ്ങൾ ഒരുപാട് മുകളിലാണ്, ഞങ്ങൾ വലിയ സവിധത്തിലാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ, വിശിഷ്യ ഇന്ത്യയിൽ നമ്മുടെ അവസ്ഥാവിശേഷം എന്ന് പരിശോധിച്ചാൽ വളരെ പരിതാപകരമാണ്. എല്ലാ മേഖലയും തകർത്തെറിഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിറകിലാവുന്ന വല്ലാത്ത ഒരു അവസ്ഥാവിശേഷം എല്ലാ മേഖലകളിലും. ഞാൻ ഒരുപാട് വിശദീകരിച്ചു പറയേണ്ടതുണ്ടോ? നമ്മുടെ നാട്ടിൽ, കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ, അവർക്ക് ജോലിയില്ലാതെ അവര് ഈ രാജ്യം തന്നെ വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ജോലി തേടിപ്പോകുന്ന സാഹചര്യം എല്ലാ നിലയിലും. കർഷകന്റെ അവസ്ഥാവിശേഷം എന്താണ് കൃഷിക്കാരന്റെ അവസ്ഥ? ലോണെടുത്ത്, ലക്ഷക്കണക്കിന് രൂപ ലോണെടുത്ത് കൃഷി ചെയ്യുന്ന ആളുകളുടെ സാഹചര്യം എന്താണ്? നമ്മൾ കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കൃത്യമായി വാച്ച് ചെയ്ത ആളുകളാണത്, പരിചയമുള്ള ആളുകളാണ് നമ്മൾ. ആലപ്പുഴയിലെ തകഴി എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള KG പ്രസാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കർഷകനായ മനുഷ്യൻ, അയാള് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഏക്കറ കണക്കിന് വയലുകളിൽ ഈ കേരളത്തിലെ എന്നെ പോലെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നെൽകൃഷി ചെയ്ത്
മലയോളം കൂമ്പാരമായി നെൽകൃഷി ഉണ്ടാക്കി ആ നെല്ല് വിളവെടുത്ത് അത് ഇവിടുത്തെ ഗവൺമെന്റിന് നൽകിയപ്പോ ആ മനുഷ്യന് അയാള് കൃഷി ചെയ്തതിനും അതിന്റെ ആ കൃഷിക്ക് ചെലവായ പൈസയും അതിന് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടുന്ന പൈസയും ഒന്നും തന്നെ ഗവൺമെന്റ് നൽകാതെ വന്നപ്പോ അദ്ദേഹം സംഭരിച്ച നെല്ല് ഏറ്റെടുക്കുവാൻ കഴിയാതെ ആ നെല്ല് ഏറ്റെടുത്തതിന്റെ വിഹിതം നൽകുന്നിടത്ത് ഈ കേരളത്തിലെ ഗവൺമെന്റ് അലംഭാവം കാണിച്ചപ്പോ അയാൾ ഒരുപാട് ആ KG പ്രസാദ് എന്ന് പറയുന്ന മനുഷ്യന് കരഞ്ഞ് കൈ നീട്ടിക്കൊണ്ട് അധികാരികളോട് മുഴുവനും അദ്ദേഹത്തിന്റെ വിഷമം പറഞ്ഞപ്പോ അദ്ദേഹത്തോട് സൗണ്ടുമ്മൽ ഇങ്ങനെ കളിക്കേണ്ട കുറച്ച് ഉണ്ടായിക്കോട്ടെ. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിഷമവും സങ്കടവും ആവർത്തിച്ചു പറഞ്ഞിട്ടും യാതൊരു തരത്തിലുമുള്ള പരിഗണനയും നൽകാതെ, യാതൊരു തരത്തിലുമുള്ള പരിഗണനയും കൊടുക്കാതെ ആ മനുഷ്യന്റെ അവസാനം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം തന്റെ സുഹൃത്തായ ഒരു മനുഷ്യനെ ഫോണിൽ വിളിച്ച് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് KG പ്രസാദ് വേദനയോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം മലയാളികൾ മറന്നിട്ടുണ്ടോ? അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞു, ഞാനിതാ പരിപൂർണമായി പരാജയപ്പെട്ടു പോയിരിക്കുന്നു, ഞാനിതാ പരിപൂർണമായി തോറ്റുപോയിരിക്കുന്നു. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അദ്ദേഹം കൃഷി ചെയ്തു എന്നതാണ് ആ മനുഷ്യന് കേരളത്തോട് ചെയ്ത തെറ്റ്. അദ്ദേഹം ഏക്കർ കണക്കിന് ഭൂമി കൃഷി ചെയ്ത് അവിടെ നെല്ലുൽപാദിപ്പിച്ച് ആ നെല്ലിന് അദ്ദേഹത്തിന് അനുയോജ്യമായ അർഹിക്കുന്ന പൈസ കൊടുക്കാതെ ഗവൺമെന്റ് പുറംതിരിഞ്ഞു നിന്നപ്പോ അദ്ദേഹം അവസാനം പറയുകയാണ് തന്റെ കൂട്ടുകാരനോട്, ഞാനിതാ പരിപൂർണമായി തോറ്റുപോയിരിക്കുന്നു, ഞാനിതാ പരാജയപ്പെട്ടു പോയിരിക്കുന്നു, എന്റെ മുമ്പിൽ ഇനി മാർഗമില്ല, വഴിയില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്, ഞാൻ മരണത്തെ തെരഞ്ഞെടുക്കുകയാണെന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നീ മരിക്കരുത്, ആത്മഹത്യ ചെയ്യരുത്, വിഷം കഴിക്കരുത് എന്ന് തന്റെ കൂട്ടുകാരന് സമാധാനിപ്പിക്കുമ്പോഴും ആ കൂട്ടുകാരന്റെ വാക്കിന് ചെവി കൊടുക്കാതെ ജീവിതത്തിന്റെ മുന്നിലുള്ള സകലമാന മാർഗങ്ങളും വഴിയും അടഞ്ഞുപോയി അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പ്രക്ഷോഭമുണ്ടായി, കർഷകരൊക്കെ പ്രക്ഷോഭം നടത്തി, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ പ്രക്ഷോഭം നടത്തിയപ്പോ ഈ പറയുന്ന കേരളത്തിന്റെ നെറികെട്ട അന്നത്തെ ഭക്ഷ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കൃഷിക്ക് വേണ്ടി ഇറങ്ങുന്നില്ല എങ്കിൽ ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് അരി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ പാവപ്പെട്ട കർഷകന്റെ നേരെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് അവരെ അവഗണിച്ച ഒരു നെറികെട്ട ഭക്ഷ്യമന്ത്രിയെ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ എല്ലാ മേഖലയും പരിശോധിക്ക്. കാർഷിക രംഗം തകർന്നടിഞ്ഞു പോയി. കർഷകര് ആത്മഹത്യയുടെ വക്കിൽ, യാതൊരു തരത്തിലുമുള്ള പ്രതീക്ഷയുമില്ലാതെ കർഷകർ ആത്മഹത്യയുടെ വക്കിൽ. ഏത് സന്ദർഭത്തിലായെന്നറിയോ? ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി കർഷകരെ കൈയഴിച്ച് സഹായിച്ച് കർഷകർക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുമുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ച് അത് എല്ലാ സംസ്ഥാനങ്ങളിലും കർഷകർക്ക് നൽകിക്കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തെ കൃഷിയുടെ പേരിൽ അടയാളപ്പെടുത്തി ലോകത്ത് ധാന്യങ്ങളും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിൽ ബ്രസീലിനെ മറികടന്ന് മുൻപന്തിയിൽ ഈ രാജ്യത്തെ എത്തിച്ച ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഒരു രാജ്യത്തെ സംസ്ഥാനത്തിലെ കർഷകർ അനുഭവിക്കുന്ന വിഷമമാണ്, പ്രയാസമാണ്, വ്യഥയാണ്, അവരനുഭവിക്കുന്ന സങ്കടമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ കർഷകർക്ക് വേണ്ടി നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളുടെ ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ച് ഈ കർഷകരെ കടക്കണിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിന്റെ കാർഷിക രംഗം മുന്നോട്ട് പോകുന്നത്. ആരോഗ്യരംഗം പരിശോധിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്താ? അമേരിക്കയെയും മറികടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം എത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു. എന്നാൽ 6 മാസത്തിലൊരിക്കൽ അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ പോയിട്ട് അവിടെ പോയി കിടന്നാല് മുഖ്യമന്ത്രിക്ക് സമാധാനമായിട്ടൊന്ന് ശോധന കിട്ടുള്ളൂ. എന്നാ അവകാശപ്പെടുന്ന ഇതാണ്, അമേരിക്കയെ മറികടന്നിരിക്കുന്നു എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടുത്തെ ആരോഗ്യരംഗത്തെ അവസ്ഥ? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളികൾ കണ്ണീരോട് കൂടി നമ്മൾ കണ്ടതാണ്.
തിരുവനന്തപുരത്തെ വേണു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾക്കൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോ, ഒരു നെഞ്ചുവേദന ഉണ്ടായപ്പോ കയ്യിൽ പൈസയില്ലാഞ്ഞിട്ടും കടം വാങ്ങിയ പൈസയുമായിട്ട് ഒരു ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് പോയി തന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ, തന്റെ ജീവൻ രക്ഷിച്ചു പിടിക്കാൻ, തന്റെ ജീവൻ രക്ഷിച്ച് തനിക്ക് തന്റെ മേൽ ബാധ്യതയുള്ള കുടുംബത്തെ സംരക്ഷിച്ചു പിടിക്കാൻ, തന്റെ മക്കളെ സംരക്ഷിച്ചു പിടിക്കാൻ, അതിന് ഞാൻ ജീവിച്ചിരുന്നേ മതിയാകൂ എന്ന ബോധ്യത്തോടെ വേണു എന്ന് പറയുന്ന മനുഷ്യൻ, അയാള് കടം വാങ്ങിയ പൈസയുമായിട്ട് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഏതെങ്കിലും ജില്ലാ ആശുപത്രിയിലേക്കോ ഏതെങ്കിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്കോ അല്ല, ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ അനന്തപുരിയിലെ ഏറ്റവും വലിയ അവിടുത്തെ മെഡിക്കൽ കോളേജിലേക്ക് ഈ മനുഷ്യൻ പോയി. അയാൾ അവിടെ എങ്ങനെയാ സ്വീകരിച്ചത്? ആ മനുഷ്യനെ അദ്ദേഹത്തെ തറയിൽ കിടത്തി. വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ മൂക്കിന്റെ താഴെ ഈ പറയുന്ന മനുഷ്യൻ നെഞ്ചുവേദനയുമായി, ഹാർട്ട് അറ്റാക്കുമായി ചെന്ന ഒരു മനുഷ്യന് അയാൾക്ക് വേണ്ടുന്ന ചികിത്സയ്ക്ക് വേണ്ടുന്ന യാതൊരു സജ്ജീകരണങ്ങളുമില്ലാതെ, യാതൊരു ക്രമീകരണങ്ങളുമില്ലാതെ തറയിൽ കടത്തി അവഗണിച്ചു. അയാൾ ചെയ്ത തെറ്റെന്താണ്? അയാൾ ചെയ്ത തെറ്റ് കേരളത്തിൽ ജനിച്ചു എന്ന തെറ്റാണ്. രണ്ടാമതായി അയാൾ ചെയ്ത തെറ്റ്, അയാൾ സമ്പന്നനായില്ല, അയാൾ പാവപ്പെട്ടവനായി സാധാരണക്കാരനായി ജീവിച്ചു എന്നതാണ്. ആ വേണു എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത തെറ്റ്. അയാളെ തറയിൽ കടത്തി, യാതൊരു വിധത്തിലുമുള്ള ചികിത്സയും നൽകാതെ, ഡോക്ടർമാര് ചെല്ലാതെ, അദ്ദേഹത്തിന് വേണ്ടുന്ന ചികിത്സയുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നൽകാതെ അവിടെ കടത്തിയപ്പോ അദ്ദേഹം ഒരുപാട് കരഞ്ഞു പറഞ്ഞു, ഞാൻ അനുഭവിക്കുന്ന വേദന വല്ലാത്തതാണ്, എനിക്ക് ചികിത്സ തരണം, എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, എന്നെ കൊല്ലാൻ വിടല്ലേ എന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ടും എന്റെ പ്രിയപ്പെട്ട ഈ കാസർഗോഡിലെ കാഞ്ഞങ്ങാട്ട് അജാനൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യന്മാരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കൊടുംഹത്യയാണ്. ആ മനുഷ്യൻ അവസാനം മനസ്സിലായി, താൻ അനുഭവിക്കുന്ന ഈ വേദന, തനിക്ക് നിഷേധിക്കപ്പെട്ട ഈ ചികിത്സ നിഷേധിക്കപ്പെട്ട് ഞാൻ മരണത്തിന്റെ, എന്റെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിന് അവസാന തുള്ളിയും വറ്റിത്തീർന്ന് ഞാൻ മരിച്ചു പോവുകയാണ് എന്ന ബോധ്യം വന്ന കേരളത്തിലെ ആ പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, അൻവർ സാദത്ത് എന്ന് പറയുന്ന പേരുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് വേണു എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞതാണ്, പ്രിയപ്പെട്ടവര്, ഞാൻ മരിച്ചു പോയാൽ എടാ ഒരു നായക്ക് കൊടുക്കുന്ന പരിഗണന പോലുമില്ലാതെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഈ തിണ്ണയിൽ, ഈ മണ്ണിൽ കിടക്കുകയാണ് ഞാൻ. എനിക്കൊരു ചികിത്സയും ലഭിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ നോക്കുന്നില്ല, എനിക്കൊരു ചികിത്സയും കിട്ടുന്നില്ല. ഞാൻ ഈ അവസ്ഥയിൽ മരിച്ചു പോയാൽ ഞാൻ അനുഭവിച്ച ചികിത്സ നിഷേധിക്കപ്പെട്ട ഈ കാര്യം ഈ മനോഹരോട് പറയണം കേട്ടോ, നീ മനോഹരോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു മരിച്ചുപോയ വേണു എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത തെറ്റ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ജനിച്ചു എന്ന തെറ്റാണ്. അയാൾ സമ്പത്തില്ലാത്തവനായി പോയി എന്ന തെറ്റാണ് ആ മനുഷ്യനും ചെയ്തത്. അപ്പോഴാണ് വീണ ജോർജും മുഖ്യമന്ത്രിയും അവകാശപ്പെടുന്നത് എന്തുണ്ട്? അമേരിക്കയെ കവച്ചു വെക്കുന്ന ചികിത്സയിൽ മികവിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്ന്. എന്തൊക്കെ പറഞ്ഞാലും 70 റുപ്യന്റെ ഈ PPE കിറ്റ് 1500 റുപ്യക്ക് വാങ്ങിയെങ്കിലും ശൈലജ ടീച്ചർ ഇതിനേക്കാളൊക്കെ നന്നായി, മുന്തിയത് നല്ല ചീത്തയിൽ മേത്തരം, എന്നാലും ഈ ന്യൂസ് റീഡറേക്കാൾ നന്നായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇവരെയൊക്കെ ഈ പരിപാടിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് വല്ല ഈ പറയുന്ന ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കട ഉണ്ടല്ല, അതിൽ ആ പണി മോശമെന്നല്ല പറഞ്ഞത്, ഇവരെ അതിനും പറ്റൂല. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തെ കൊണ്ട് നടക്കുന്നവർ ഇവരാണ് അവകാശപ്പെടുന്നത് എന്ത്? ഞങ്ങൾ ഇവിടെ ഏറ്റവും വലിയ ചികിത്സയുടെ, പുരോഗതിയുടെ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് ഈ കേരളത്തെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, ഞങ്ങൾ കൊണ്ടു നടത്തുകയാണ് എന്ന് അവകാശപ്പെടുന്നത്. എല്ലാ മേഖലയും തകർത്തെറിഞ്ഞ് ഇവിടെ
ജീവിക്കുവാനുള്ള സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ടു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന് നമുക്ക് വേണ്ടത് പുരോഗതിയാണ്, വികസനമാണ്. പ്രീണനമില്ലാത്ത വികസനം. ഒരാളോടും അതുപോലെ പ്രീണനമില്ലാത്തതോടൊപ്പം തന്നെ ഒരാളോടും തന്നെ വിവേചനവുമില്ല, ഒരാളോടും ചിറ്റമ്മ നയമില്ല. എല്ലാവർക്കും വികസനം, എല്ലാവർക്കും വിദ്യാഭ്യാസം. അതാണ് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്നത്. അത് കേവലം അവകാശവാദമാണോ? ഈ കേരളത്തിന്റെ സാഹചര്യം വിശദീകരിക്കാൻ നിന്നാൽ ഞാൻ പറയേണ്ടുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറയാൻ എനിക്ക് സമയമുണ്ടാവില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ നാടിന്റെ ഭീകരമായ സാഹചര്യം വിശദീകരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം മാറ്റി നിർത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയായിരുന്നു നമ്മൾ, എവിടെയായിരുന്നു നമ്മൾ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായി പരിശോധിക്കണം. നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി 2014 ഭാരത മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുന്നതിന്റെ സാഹചര്യം നാം പരിശോധിക്കേണ്ടതില്ലേ? 65 വർഷം ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ചവർ, ഈ രാജ്യത്തെ ഭരിച്ച് ഈ രാജ്യത്തിന്റെ സകലമാന സമ്പത്തും കൊള്ളയടിച്ചവർ, ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ആ ഭരണസിരാ കേന്ദ്രത്തെ, ആ അധികാരത്തെ അത് കുടുംബവാഴ്ചയായി അത് കൈമാറി അത് മുത്തച്ഛനിൽ നിന്ന് മകളിലേക്ക്, മകളിൽ നിന്ന് മകനിലേക്ക്, മകനിൽ നിന്ന് അമ്മയിലേക്ക്, പേരമക്കളിലേക്ക് അതിങ്ങനെ കൈമാറി പോന്നിരുന്ന സാഹചര്യം അവസാനിപ്പിച്ചുകൊണ്ട് 2014 കാലം അതിന്റെ സായം സന്ധ്യയിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോ മോദിജി പ്രഖ്യാപിച്ച ഒരു വർത്തമാനമുണ്ട്. മോദിജി പറഞ്ഞു, നാം ഇനി മുതൽ വികസന രാജ്യമാണ്, നാം ഇനി മുതൽ വികസന രാഷ്ട്രമെന്ന് പറയില്ല. അഭിമാനത്തോടെ, അന്തസ്സോടെ, ആഭിജാത്യത്തോടെ, അപ്രമാദിത്വത്തോടെ ലോകത്തിന്റെ മുമ്പിൽ ഭാരതം വിളിച്ചു പറയും, എന്ത്? ഞങ്ങൾ ഇനി വികസിത രാജ്യമാണ്, ഞങ്ങൾ ഔന്നിത്യത്തിലേക്ക് കടന്നു പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് കേവലം അവകാശവാദമാണോ? കേവലം അവകാശവാദമായിരുന്നില്ല, കേവലം ഗീർവാണമായിരുന്നില്ല. അതിനു വേണ്ടിയുള്ള ക്രമപ്രവൃത്തമായ പ്രവർത്തനങ്ങളുമായി ഒരു പ്രധാനമന്ത്രി മുന്നോട്ട് നടന്നത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ രാജ്യത്തെ ജനത്തിന്റെ ജീവിത നിലവാരത്തെ അത് വികസിപ്പിച്ച് എല്ലാ മേഖലകളിലേക്കും ആ പ്രവർത്തനം കൊണ്ടുവന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, ഈ രാജ്യത്തെ ഭരിച്ചവർ 65 വർഷം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ ഭരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അപ്പാടെ മുരടിപ്പിച്ച് ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് കാണുവാനോ അതേക്കുറിച്ചൊന്ന് ആലോചിക്കുവാനോ ഈ രാജ്യത്തെ ഭരിച്ച ഭരണാധികാരികൾക്ക് സമയമുണ്ടായിരുന്നില്ല. അവരുടെ ചിന്തയിലേക്ക്, പരിഗണനയിലേക്ക്, ആലോചനയിലേക്ക് ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ ജീവിതം കടന്നു വന്നിരുന്നില്ല. എന്നാൽ നരേന്ദ്രമോദിജി ഈ വരിയുടെ ഏറ്റവും പിറകിൽ നിൽക്കുന്നവരെയും പരിഗണിക്കണം എന്ന കൃത്യമായ ധാരണയോടെ ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തപ്പോഴോ, എന്റെ പ്രിയപ്പെട്ടവരെ, പറയാൻ ധാരാളമുണ്ട്. 65 വർഷം കോൺഗ്രസിന് കഴിയാത്ത, കോൺഗ്രസ് നടത്തിയ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന വികസനങ്ങൾ ഒരു തട്ടിലും നരേന്ദ്രമോദിജിയുടെ 11 വർഷം പോലും പൂർത്തിയാവാത്ത ഭരണകാലഘട്ടത്തിൽ ഈ രാജ്യത്ത് നടത്തിയ വികസനത്തിന്റെ, വിപ്ലവത്തിന്റെ, പരിവർത്തനത്തിന്റെ, പടപ്പാട്ടുപാടലിന്റെ അതിന്റെ അളവും തൂക്കവും പരിശോധിച്ചാൽ UPA-കാരന്റെ 6.5 പതിറ്റാണ്ടിന് 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രാജ്യം മറികടന്നിട്ടുണ്ട് എന്നത് എന്റെ കേവലം അവകാശവാദമല്ല. നിങ്ങൾക്കറിയുമോ, ബ്രിട്ടീഷുകാരിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്ത 75ാമത്തെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിച്ചത് ഈ രാജ്യത്തെ 200
100 വർഷം ഭരിച്ചു മുടിച്ച് ഈ രാജ്യത്തിന്റെ സമ്പത്തും ഈ രാജ്യത്തിന്റെ വിഭവം കൊള്ളയടിച്ച് ചൂഷണം ചെയ്ത് കടല് കടത്തി കൊണ്ടുപോയ പാരംഗ്രീസുകാരന്റെ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസം സുന്ദരമായ ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഈ രാജ്യത്തിന്റെ ഭൂവർണ്ണക്കൊടി ആകാശത്തിലേക്ക് വലിച്ചുയർത്തിയത്. നമ്മെ അടക്കി ഭരിച്ചവരെ പിറകിലേക്ക് തള്ളിയെറിഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ഈ രാജ്യം ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ ഈ രാജ്യം 4ാം സ്ഥാനത്താണ്. പ്രിയപ്പെട്ടവരെ, സ്ഥാനം പറഞ്ഞ് റാങ്ക് പറഞ്ഞ് കേവലം അവകാശവാദമല്ല, ലോകത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തെ അടയാളപ്പെടുത്തി. ലോകത്തിന്റെ മുമ്പിൽ ബ്ലഡി ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് അവഗണിച്ചിരുന്ന, അധകൃതരായി അവഗണിക്കപ്പെട്ട് പുറംപോക്കിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഈ 3ാം കിട രാജ്യമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഈ രാജ്യത്തെ അധിനിവേശിച്ചിരുന്ന പടിഞ്ഞാറൻ ശക്തികൾ അങ്ങനെയാണ് ഇന്ത്യയെ കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അവര് കറുത്തവരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്, അധകൃതരാണ്, അധസ്ഥിതരാണ്, അറിവില്ലാത്തവരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, അവർ ബ്ലഡി കൾച്ചർലെസ് പീപ്പിൾസ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തിയിരുന്നത് അങ്ങനെയായിരുന്നു. എന്നാൽ ആത്മാഭിമാനത്തോടെ, അന്തസ്സോടെ, ആഭിജാത്യത്തോടെ നാം ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ച് നരേന്ദ്രമോദിജി ഒന്നാമതായി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുണ്ട്. എന്താ നിങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്, അതുപോലെ വായിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്കറിയുന്നതാണെങ്കിലും ഞാൻ പറയട്ടെ. പ്രധാനമന്ത്രിജി തന്റെ ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. ജൻധൻ യോജന എന്ന് പറഞ്ഞ് രാജ്യത്തെ പൗരന്മാര് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ CPM-കാരനും കോൺഗ്രസുകാരനും ലീഗുകാരനും മറ്റ് ഉള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ പരിഹസിച്ചിട്ട് പറഞ്ഞു, ഇത് വല്ലാത്തൊരു വിപ്ലവമാണല്ലോ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയാൽ പട്ടിണി മാറുമോ, ബാങ്ക് അക്കൗണ്ട് എടുത്താൽ പട്ടിണി മാറുമോ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. കൊറോണ വന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. കൊറോണ വന്നപ്പോ ആളുകൾ പ്രയാസപ്പെട്ടപ്പോ ജൻധൻ അക്കൗണ്ടുകളുള്ള ആളുകളുടെ വീടുകളിലേക്ക് 1500 രൂപ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങൾ പ്രയാസപ്പെടരുത്, അവരന്നം കഴിച്ച് ഈ കെടുതിയുടെ ഈ പരീക്ഷണത്തിന്റെ രോഗകാലത്തെ അതിജീവിക്കാൻ അവർ പട്ടിണി കടന്ന് മരിക്കരുത് എന്ന് ഒരു കുടുംബനാഥനെ പോലെ ഈ രാജ്യത്തെ പൗരന്മാരെ സ്നേഹിച്ച ഒരു പ്രധാനമന്ത്രി ഓരോരുത്തർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ജൻധൻ യോജന അക്കൗണ്ട് ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. രാജീവ് ഗാന്ധി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ വേദനയോടെ, വിഷമത്തോടെ, സങ്കടത്തോടെ അദ്ദേഹം പഠനം നടത്തി അനുസ്മരിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡൽഹിയിൽ നിന്ന് ഞങ്ങള് പല ഫണ്ടുകളും സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. ഇവിടെ ഡൽഹിയിൽ നിന്ന് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് അവിടുത്തെ പൗരന്മാർക്ക് അവകാശപ്പെട്ട വിഹിതം അയക്കുന്നുണ്ട്. പക്ഷേ അത് ഓരോ സംസ്ഥാനങ്ങളിലെ, ജില്ലകളിലെ, പഞ്ചായത്തുകളിലെ, വാർഡുകളിലെ അർഹരായ ആളുകളിലേക്ക് എത്തുമ്പോ 1 രൂപ 13 പൈസ ആയി പോവുകയാണ്. എങ്ങനെയാ 1 രൂപ 13 പൈസ ആവുന്നത്? എങ്ങനെയാ? ഡൽഹിയിൽ നിങ്ങൾ എത്തുമ്പോ ഒരുപാട് ദൂരം നടക്കാണ്ടല്ലോ. അപ്പൊ 1 ഉറുപ്പ്യ ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ എത്തിയപ്പോ കുഴങ്ങി ചുരുങ്ങി 13 പൈസ ആയതല്ല. അത് ഇവിടുത്തെ അധികാരികളുടെ കൈകളിലെത്തുമ്പോ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിലെ ഭിക്ഷാന്തേഹികൾ അത് മോഷ്ടിച്ചെടുത്ത്, അത് കട്ടെടുത്ത്, അഴിമതി നടത്തി, കുംഭകോണം നടത്തി, അത് വിഴുങ്ങി ആ 1 രൂപ 13 പൈസയാവല. ആ പരിഭവം പറയാനും സങ്കടം പറയാനും മാത്രമാണ് രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞത്. അങ്ങനെ കാലം ഒരുപാട് കഴിഞ്ഞു. അറബിക്കടലിലേക്ക് വെള്ളം ഒരുപാട് ഒഴുകി.
പക്ഷേ നരേന്ദ്ര ദാമോദർ ദാസ് മോദി പാർലമെന്റിൽ രാജ്യത്തിന്റെ ഭാരത മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാര പദവിയിൽ വന്നപ്പോ അദ്ദേഹം ആദ്യമായി പറഞ്ഞു, ജൻധൻ യോജന അക്കൗണ്ടുകൾ എടുത്തോ, എന്നിട്ട് ഡൽഹിയിൽ നിന്ന് 2000 രൂപ ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ അവകാശികളുടെ കൈകളിലേക്ക് അയക്കുമ്പോ അത് രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിലെ ഭിക്ഷാന്തേഹികളുടെ അണ്ണാക്കിലേക്ക് പോവാതെ അത് അർഹിക്കുന്ന ഈ രാജ്യത്തെ അർഹിക്കുന്ന പൗരന്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന 2000 കേട് കൂടാതെ മെലിഞ്ഞു പോവാതെ അത് ചോർന്നു പോവാതെ അവകാശികളുടെ കീശയിലേക്ക് 2000 അയച്ചത് 2000 എത്തുന്ന വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജാവിന്റെ പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഈ രാജ്യം കണ്ട മഹാവിപ്ലവമാണ്. അത് ഈ രാജ്യം കണ്ട മഹാവിപ്ലവമാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എന്റെ മുമ്പിൽ കൃഷിക്കാരില്ലേ? പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുടെ പൈസ വാങ്ങുന്നവരില്ലേ? അത് ആരുടെ മുമ്പിലും നിങ്ങൾ ഓച്ചാനിച്ച് നിൽക്കണ്ട. ഒരാളുടെ മുമ്പിലും പോയിട്ട് നിങ്ങൾ കൈകൂപ്പി നിൽക്കണ്ട. നിങ്ങൾ അതിന് അവകാശികളാണെങ്കിൽ, നിങ്ങളത് അർഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി അത് എത്തിച്ചേരും. അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ എത്ര കാര്യങ്ങൾ, എത്ര പദ്ധതികൾ. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന, എന്താ ഗ്യാസ് കണക്ഷൻ, അതൊക്കെ നിസ്സാരമായിട്ട് പറയുന്ന ആളുകളുണ്ട്. ഉത്തരേന്ത്യയിൽ ആളുകൾ, സ്ത്രീകൾ അവര് മരിച്ചു വീഴുകയായിരുന്നു. പുകയെടുപ്പിന്റെ, വിറകെടുപ്പിന്റെ ഒക്കെ പ്രയാസം, ജോലിയും എല്ലാം കഴിഞ്ഞു വന്ന് ഈ പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്ക് പ്രധാനമന്ത്രി സൗജന്യമായി ഗ്യാസ് കണക്ഷൻ അനുവദിച്ചത് അതൊക്കെ ഒരു വലിയ വിപ്ലവമായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുപോലെ മുദ്രാ യോജന, മുദ്രാ ലോൺ, ജോലി തേടി നിങ്ങൾ മറ്റുള്ളവന്റെ മുമ്പിൽ അലയേണ്ടതില്ല. നിങ്ങൾക്ക് പണം അനുവദിക്കുന്നു, ലോൺ അനുവദിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്ത് ജോലി തേടി അലയുന്നതിന് പകരം നിങ്ങൾ ജോലിയുടെ ദാതാക്കളായി, സംരംഭകരായി, കച്ചവടക്കാരായി മാറണം. കോടാനുകോടി കണക്കില്ലാത്ത കോടികൾ ഈ രാജ്യത്തെ അർഹരായ പൗരന്മാർക്ക് നൽകി ആ മുദ്രാ ലോണിന് അപേക്ഷിക്കുമെന്ന് ഈ BJP-കാരനാണോ, CPM ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യൻ ആണോ, പഴ്സിയാണോ, ഹിന്ദുവാണോ, അങ്ങനെ ഒരു കോളം അവിടെ ഇല്ല. പ്രധാനമന്ത്രി സ്വാമിജി പദ്ധതി, ഒരു തൊഴിലുമില്ലാതെ, ജോലിയും കൂലിയും വേലയുമില്ലാതെ നടക്കുന്നവരാണോ? നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള തട്ടുകട നടത്താൻ പറ്റുമോ? നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് യാതൊരു ഈട്ടുമില്ലാതെ ലോൺ അനുവദിക്കുന്ന, പണം അനുവദിക്കുന്ന പദ്ധതി, ആ സ്വാനിധി പദ്ധതിയിലും ജാതി കോളമില്ല, ജാതി തെളിയിക്കേണ്ടുന്ന കോളമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാൻ നിന്ന് 5:35 ട്രെയിൻ പോകും. പക്ഷെ ഇത് മുഴുവനും ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജാതി നോക്കാതെ, മതം നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, അവനെ ഭാരതീയ മഹാരാജ്യത്തിലെ പൗരനാണോ അവൻ അവകാശപ്പെടുന്ന, അവന് നേടിയെടുക്കാൻ കഴിയുന്ന പദ്ധതികളുടെ കുറച്ചെണ്ണട്ടാ മതി. വലിയ പ്രശ്നം ചെറിയ പരിപാടികൾ മതി. കണ്ടില്ലേ, ഇപ്പൊ എന്ത് കോലാഹല, ഒരു തുള്ളി എണ്ണ കൊണ്ട് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ. സംഗതി വലിയ പ്രശ്നമായിരിക്കും, പരിഹരിക്കാൻ ചെറിയ പരിപാടി മതിയാവും. അല്ല ശ്രുക, അതാണ്. അപ്പൊ ഈ പറയുന്ന ഈ പ്രധാനമന്ത്രിയുടെ കൃത്യമായ ദീർഘവീക്ഷണത്തോട് കൂടിയുള്ള പ്രവർത്തനം, പ്രിയപ്പെട്ടവരെ, ട്രെയിന് നമ്മള് ആദ്യം പറയുന്നത്, നമ്മളെ ആളുകൾ പറഞ്ഞിരുന്നതാ, എന്ത്, ഇന്ത്യൻ റെയിൽവേയെ പരിഹസിച്ച് പറഞ്ഞിരുന്നത്, ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ആയിട്ട് ഇങ്ങനെ പോയി സകല ഈ റെയിൽവേ ട്രാക്കും ടോയ്ലറ്റാക്കി മാറ്റിയിരുന്ന ഒരു സാഹചര്യം. ഈ പ്രധാനമന്ത്രി കടന്നു വന്നു, കൃത്യമായ രീതിയിൽ വ്യവസ്ഥാപിതമായി എല്ലാം ക്രമപ്രവൃദ്ധമായി മാറ്റി പരിവർത്തിപ്പിച്ചെടുത്തത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു മരിച്ചുപോയ ഒരു കടൽ കിഴവൻ, ഞാൻ പേര് പറയുന്നില്ല,
ഈ പറയുന്ന ഈ നിത്യ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ജീവിതത്തിലെ നമ്മൾ സ്വാഭാവികമായി ഉള്ള കാര്യങ്ങൾ, ഇതിനുള്ള സംവിധാനം വീട്ടിലില്ലാതെ പ്രയാസപ്പെടുന്ന കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തുണ്ടവര് പ്രയാസപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ പാവപ്പെട്ട വീട്ടമ്മമാർ, പെൺകുട്ടികൾ, നമ്മുടെ സഹോദരിമാർ, അവര് പ്രഭാതമാകുമ്പോ ഇരുട്ടിന്റെ മറവറ്റി അവര് റെയിൽവേ ട്രാക്കുകളിലേക്കും കാടുകളിലേക്കും അതുപോലെ ബിൽഡിങ്ങിന്റെ ഇടയിലേക്കുമായി അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിരുന്നവർ, പ്രയാസപ്പെട്ടിരുന്നവർ, ആ ആളുകളെ കുറിച്ച് അവർക്ക് വീട്ടിൽ ടോയ്ലറ്റിന് വേണ്ടി പ്രധാനമന്ത്രി ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞ മറ്റേ മരിച്ചുപോയ നേതാവ് ഇപ്പോൾ അവർ കക്കൂസ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിന് കുറെ മകളറ ബോട്ടുകൾ ഇങ്ങനെ കൈയടിക്കാം. മനുഷ്യനെ കുറിച്ചറിയാൻ കഴിയണം, മനുഷ്യന്റെ വേദന അറിയാൻ കഴിയണം. ഈ പ്രധാനമന്ത്രി മനസ്സിലാക്കി, ഈ രാജ്യത്തെ പെണ്ണിന്, ഓരോ സ്ത്രീക്കും ഭാരത സ്ത്രീതൻ ഭാവശുദ്ധി, അവൾക്ക് അഭിമാനമുണ്ടോ, അവൾക്ക് അന്തസ്സുണ്ടോ, അവൾക്ക് അഭിജാത്യമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ ഒരു പ്രധാനമന്ത്രി ഓരോ വീടുകളിലേക്കും ഇതിനു വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. നമുക്കത് കേൾക്കുമ്പോൾ വലിയ സംഗതിയായിട്ട് തോന്നൂല. പക്ഷേ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, രാജ്യത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾ, അവർക്ക് വീട്ടിലൊരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് വലിയ ലക്ഷറിയാണ് പ്രിയപ്പെട്ടവരെ. ഇന്നെന്താ അവസ്ഥ? ഭാരത മഹാരാജ്യത്തിലെ കോടിക്കണക്കിന് വീടുകളിലേക്ക് ഈ പ്രധാനമന്ത്രി ഒരു ഗൃഹനാഥന്റെ വിശാലമായ കാഴ്ചപ്പാടോടെ ഈ പറയുന്ന ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു. അഭിമാനം സംരക്ഷിച്ചു പിടിച്ചു. എന്റെ 65 കൊല്ലം ഈ രാജ്യത്തെ ഭരിച്ചവർക്ക്, 65 കൊല്ലത്തിലധികം ഈ രാജ്യത്തെ ഭരിച്ചവർക്ക് ഈ രാജ്യത്തെ പെണ്ണിന്റെ മാനം സംരക്ഷിക്കണമെന്ന് എന്ത് അറിയാതെ പോയത്, എന്ത് തിരിച്ചറിവില്ലാതെ പോയത്? അവര് കുടുംബങ്ങളായി, തറവാടുകളായി ഇങ്ങനെ കുടുംബം അതിങ്ങനെ ഞങ്ങൾ കെടാതെ സൂക്ഷിക്കുന്നു പറഞ്ഞ് ദീപശിഖ കൈമാറുന്ന പോലെ ഇവിടെ ഭാരതരത്നയും മറ്റും എഴുതിയെടുക്കുന്ന, സ്വയം ബഹുമാനിതരാകുന്ന അവസ്ഥയിലായിരുന്നു പാവപ്പെട്ട ആളുകളുടെ അവസ്ഥ. അവർക്കറിയുമായിരുന്നില്ല. ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ല. 65 വർഷ കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ ഭരണം കൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ടവര് ഈ രാജ്യത്തുണ്ടാക്കിയത് ഒരേ ഒരു എയിംസ് ആണെങ്കിൽ, ഇന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി ഉണ്ടായിരുന്നത് കോൺഗ്രസുകാരന്റെ കാലം. 25ാമത്തെ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോണത് അറിയോ? എയർപോർട്ടുകൾ 72 UPA കാലഘട്ടം വരെ ഉണ്ടായിരുന്നതെങ്കിൽ അതിന്റെ ഇരട്ടിയും കടന്നു, അതൊക്കെ 3 കൂടി കൂട്ടിയിട്ടുണ്ട്. അറിയോ? 65 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതിന്റെ ഇരട്ടിയും പിന്നെ 3, ഏത് കുറച്ചും പിന്നെ കുറച്ചും ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും വികസനത്തിന്റെ മഹാവിപ്ലവമാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നരേന്ദ്രമോദിജി അധികാരമേറ്റെടുക്കുന്ന 2014 കാലം വരെ ഈ രാജ്യത്തുണ്ടായിരുന്നത് 387 മെഡിക്കൽ കോളേജുകളായിരുന്നു. ഇന്ന് 2025 ഈ അവസാന സന്ദർഭങ്ങളിൽ നമ്മൾ നോക്കുമ്പോ ഇന്ത്യയിൽ 816 മെഡിക്കൽ കോളേജുകളുണ്ട്. 65 കൊല്ലം കൊണ്ട് UPA ഉണ്ടാക്കിയത് 387 ആണെങ്കിൽ ഈ 11ാമത്തെ വർഷം പൂർത്തിയാകുമ്പോ മോദിജി രാജ്യത്തുണ്ടാക്കിയത് 429 മെഡിക്കൽ കോളേജാണ്. അങ്ങനെ എയർപോർട്ടുകൾ, സീപോർട്ടുകൾ എല്ലാം ഈ രാജ്യത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാ. അതൊന്നും ഈ രാജ്യത്തെ ജനങ്ങളെ, പൗരന്മാരെ വകതിരിച്ച് വേർതിരിച്ച് കാണാനല്ല. ഈ വികസനങ്ങളെല്ലാം അനുഭവിക്കുന്നത് ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ നമ്മൾ എല്ലാവരും ഇതൊക്കെ ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അവസാനിപ്പിക്കുന്ന വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഈ സംസ്ഥാനത്തും നമുക്ക് വികസനങ്ങൾ ആവശ്യമുണ്ട്.
നമുക്ക് സ്വയം തൊഴിലുണ്ടാവണം. ഈ കേരള സംസ്ഥാനത്തിൽ ഇവിടെ വ്യവസായങ്ങൾ ഉണ്ടാവട്ടെ, ഇവിടെ വ്യാപാരങ്ങൾ ഉണ്ടാവട്ടെ, ഇവിടെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അവർക്കുള്ള തൊഴിലും ജോലിയും ഉദ്യോഗവും ഒക്കെ ഈ സംസ്ഥാനത്തുണ്ടാവണം. അതിന് നമുക്ക് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ അമരക്കാരൻ, രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ അതികായനായ രാജീവ് ചന്ദ്രശേഖർജി കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തി. നിങ്ങൾ ഞങ്ങളെ അധികാരത്തിൽ ഏൽപ്പിച്ചാൽ 45 ദിവസം കൊണ്ട് ഈ കേരളത്തിൽ കൊണ്ടുവരുന്ന വികസന വിപ്ലവത്തിന്റെ ഉന്നതമായ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടാനുള്ള അതിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ അവതരിപ്പിക്കും. അത് കേവലം അവകാശവാദമല്ല. അത് മോദിജി എന്ന് പറയുന്ന അധികാരൻ ഡൽഹിയിൽ നിന്നുകൊണ്ട് അത് കൃത്യമായി വരച്ചു കാണിച്ച് ഇന്ത്യയുടെ പ്രയോഗവൽക്കരണ പാതയിൽ കൃത്യമായി സന്നിവേശിപ്പിച്ച് കാണിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്കൊന്ന് അവസരം താ, ഞങ്ങളിത് പരിവർത്തനത്തിന്റെ വിപ്ലവത്തിന്റെ മഹാപ്രഖ്യാപനങ്ങളല്ല, അതിവിടെ നടപ്പിൽ വരുത്തി കാണിച്ചു തരാമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്. അപ്പോ എനിക്ക് എന്റെ ജനങ്ങളോട് പറയാനുള്ളത്, എനിക്ക് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, വേഷത്തിന്റെ, വേഷഭൂഷാദികളുടെ വ്യതിരിക്തതകൾ പറഞ്ഞ് പരസ്പരം അകന്നൊഴിഞ്ഞു മാറി നിൽക്കാനല്ല, ഒന്നിച്ചു നിൽക്കാൻ, ഒന്നായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾക്ക് വർഗീയത ഉണ്ടാവേണ്ടതില്ല. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം മതം പറഞ്ഞ്, ജാതി പറഞ്ഞ്